ഹലോ നമസ്കാരം, സുൽത്താൻ പേറ്റ് സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെമ്പൈ ഗ്രാമത്തിലേക്കാണ്. ചെമ്പൈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്വാമികളുടെ കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് ചരിത്രപരമായ കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കോട്ടായിലാണ്. കോയൽമന്നം സൈഡിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കോട്ടായിലുള്ളത് ചെമ്പൈ മെമ്മോറിയൽ കണ്ടില്ലേ, 1.5 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പെരിങ്ങോട്ടുകുറിശി പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകേണ്ടത്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ മങ്കര അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൈറ്റിലേക്കുള്ള കട്ട് നമ്മളെടുത്തു. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെമ്പൈ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ഇത് കോട്ടായാണ് കേട്ടോ, ഏതോ ഒരു ക്ലിനിക്കാണ്, നല്ല തിരക്കുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും ചെമ്പൈ സ്വാമികളുടെ ചരിത്രം ഒന്ന് നോക്കിയാലോ. സുവർണ കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള സംഗീതാചാര്യനായിരുന്നു അദ്ദേഹം. 1896 സെപ്റ്റംബർ 1 ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചെമ്പൈ എന്ന അഗ്രഹാരത്തിൽ ജനിച്ചു. അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, ചെമ്പൈ എന്നിവരെ കർണാടക സംഗീതത്തിലെ അഭിനവ ത്രിമൂർത്തികളായി വിശേഷിപ്പിച്ചു പോരുന്നു. ശക്തവും ഉന്മേഷവും ശ്രുതിബദ്ധവുമായ ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ സംഗീതത്തിലെ അഗാധ പാണ്ഡിത്യം, അദ്വിതീയമായ സ്വരശുദ്ധി, അചഞ്ചലമായ ശ്രുതിബദ്ധത, മധുരമായ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം എന്നിങ്ങനെ ചെമ്പൈയുടേതായ പ്രത്യേകതകൾ ധാരാളം. 70 വർഷത്തെ സംഗീത തപസ്യയിലൂടെ കർണാടക സംഗീതത്തെ പ്രശസ്തിയിലൂടെ നടത്താനും രസികപ്രിയരിൽ ആനന്ദത്തിൻ്റെ ശ്രുതിമഴ പെയ്യിക്കാനും ശിഷ്യഗണങ്ങളെ അറിവും വാത്സല്യവും കൊടുത്തു വളർത്താനും ഒപ്പം വിനയാനിതമായ വ്യക്തിജീവിതം നയിക്കാനും ഒക്കെ ഒരേ സമയം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ജാതിമത ചിന്തയ്ക്കതീതമായി ചിന്തിക്കുകയും നാനാജാതി മതസ്ഥരെ ശിഷ്യരായി സ്വീകരിക്കുകയും ചെയ്യുക വഴി താൻ ജീവിച്ച കാലത്തിനും അപ്പുറം ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് അതിപ്രശസ്തരായ KJ യേശുദാസ്, ജയവിജയന്മാർ, P. ലീല എന്നിവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ പെടുന്നു. ധാരാളം ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1951 സംഗീത കലാനിധി പദവി, കേന്ദ്ര നാടക അക്കാദമി അവാർഡ്, രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ അവാർഡ്, ഗാനഗന്ധർവ പദവി എന്നിവ അതിൽ ചിലതു മാത്രം. കൊച്ചി, മൈസൂർ, ബറോഡ, വിജയനഗരം, ബോബ്ലി, ജയ്പൂർ എന്നിവിടങ്ങളെ രാജാക്കന്മാരും പല അംഗീകാരങ്ങളും നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 78-ാം വയസ്സിൽ 1974 ഒക്ടോബർ 16 ഒറ്റപ്പാലത്ത് വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജന്മനാടായ ചെമ്പൈ ഗ്രാമത്തിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പാലക്കാട് ഗവൺമെൻറ് മ്യൂസിക് കോളേജ് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജ് എന്ന് നാമകരണം ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെമ്പൈ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ. ഇതാണ് ചെമ്പൈ ഗ്രാമത്തിലേക്കുള്ള വഴി. അതായത് കോട്ടായി മങ്കര റൂട്ടിലാണ് ഈ ഒരു ഗ്രാമം വരുന്നത്. അപ്പോൾ ഇവിടെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശിലയാണ്, കണ്ടില്ലേ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇടതുഭാഗത്തായിട്ട് നമുക്കിത് കാണാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. അപ്പം ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പത്മശ്രീ KJ യേശുദാസ് സാറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അനാവരണം ചെയ്തത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ സാറായിരുന്നു. അപ്പോൾ അന്നൊരു വലിയൊരു ആഘോഷം തന്നെ ആയിരുന്നു ഇതിവിടെ ഒരു ശിലാസ്ഥാപനം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഗ്രാമത്തിനകത്തേക്കൊന്ന് കടക്കാം. ഗ്രാമത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന വീടാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൂടെ കാണാം. അപ്പം ഇവിടെ നിന്ന് കാണുന്നുണ്ട് ആ വീട്. ഇവിടെ നിന്ന് ഇപ്പം ഇടതുഭാഗത്ത് കാണുന്ന വീടുണ്ടല്ലോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഇരുന്ന കസേര ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് അദ്ദേഹം ഇരുന്ന കസേരയാണ്. വളരെ വളരെ കാലം ചെന്ന ഒരു കസേരയാണ്. ഇന്നും അതിവിടെ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇതെല്ലാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ശില അതിനകത്ത് വീടിനകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാനൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കസേരയാണിത്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ചെമ്പൈ സ്വാമികളുടെ ഗ്രാമത്തിനകത്തേക്ക് നമ്മൾ കയറിയപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രാമം ഒന്ന് ഫുള്ളായിട്ട് കാണാം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നിരുന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള ഫിലിം ഷൂട്ടിങ്ങൊന്നും നടക്കാറില്ല, എങ്കിലും നടന്നിട്ടുണ്ട്. മീൻസ് നമ്മളുടെ കൊടുന്തിരപ്പള്ളി ഗ്രാമം പോലെയും അല്ലെങ്കിൽ കൽപ്പാത്തി പോലെയും സ്ഥിരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല ഇത്. എങ്കിലും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പഴയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് ഒരു സാറെടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാമം മുഴുവനായിട്ടൊന്ന് കാണാം.
പിന്നെ നമ്മൾ ഇതുവരെ പോയ എല്ലാ ഗ്രാമങ്ങളും പോലെ തന്നെയാണ് ചെമ്പൈ ഗ്രാമവും. പക്ഷേ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ ടൈപ്പിലുള്ള വീടുകൾ ഇതായിട്ടുള്ള ഈ ഇടത് ഭാഗത്ത് കുറവാണ്, വലത് ഭാഗത്ത് അപ്പുറ ഭാഗത്ത് കുറച്ചെണ്ണം ഉണ്ട്. ഇവിടെ എല്ലാം അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയ ടൈപ്പിലുള്ള വീടുകളാണ്. അപ്പോൾ ഇതിലൂടെ ഒരു കുഞ്ഞു വഴിയുണ്ടല്ലോ, നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. ഇതൊരു അമ്പലമാണ് കേട്ടോ, റൈറ്റ് സൈഡ് കാണുന്നത് അമ്പലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. ഓക്കെ, അതൊരു മറ്റൊരു റോഡിലേക്കാണ് പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിഞ്ഞ് പോവാം ഇവിടെ നിന്ന്. ഓക്കെ, കണ്ടില്ല, നമ്മൾ മറ്റൊരു റോഡിലേക്കൊന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിനി തിരിഞ്ഞ് ഗ്രാമത്തിനകത്തേക്ക് തന്നെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ആ ഒരു നമ്മൾ വരാത്ത മറ്റൊരു സൈഡ് ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ചെമ്പൈ ഗ്രാമത്തിലേക്ക് വരണമെന്നുള്ളത്. അതിപ്പോഴാണ് സാധ്യമായത്. എന്തായാലും വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം. നമ്മളുടെ അഭിമാന ഒരു പുരുഷൻ്റെ ഗ്രാമത്തിലേക്ക് നമുക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം വീടുകളൊക്കെ പഴയ ടൈപ്പിലുള്ള വീടുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ടല്ലേ, കുറച്ച് വീടുകളൊക്കെ പഴയ ടൈപ്പിലുള്ള ആ ഒരു നമുക്ക് ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്നത് കൽപ്പാത്തിയും കൊടുന്തരപ്പള്ളിയൊക്കെ തന്നെയാണല്ലോ ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്നത്. അതുപോലെ തന്നെ ഉള്ള കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട്, ഇവിടെയും ഇപ്പോഴും ഉണ്ട്. ബാക്കി കൂടുതൽ വീടുകളും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. താഴെയെല്ലാം ഇതൊക്കെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ കൂടുതലായിട്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമ ഷൂട്ടിംഗ് അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളൊരു സ്ഥലമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കസേര, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശില്പം അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം വരാം, അതിനകത്തേക്കൊന്ന് കയറാം. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങുവാണ്. പിന്നെ ഈ കാണുന്നത് ഒരു മ്യൂസിക് ഹാളാണ്, ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് ഹാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ആ ഒരു ശില നമുക്ക് വീണ്ടും കാണാം, ഇവിടെ കണ്ടുവല്ലോ അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ചെമ്പൈ ഗ്രാമത്തിൽ നിന്നും പുറത്ത് വന്നിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുമ്പോൾ പാലക്കാട് നിന്ന് നേരെ കൊടുന്തരപ്പള്ളി ആ ഒരു വഴി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടായിലേക്ക് വരാനൊരു വഴി ഉണ്ടാവും. അങ്ങനെ നമ്മൾ കോട്ടായിലേക്ക് വരുന്ന സമയത്ത് കോട്ടായി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണ്ടല്ലോ ഇതുപോലൊരു അമ്പലമൊക്കെ വരും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്രാമം വരുന്നത്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് പാലക്കാട് നിന്ന് അതുവഴി വരാം. ഓക്കെ, അതല്ല കോയൽമന്നം ഭാഗത്തു നിന്നൊക്കെ വരണമെങ്കിൽ കോയൽമന്നം ടു കോട്ടായി വഴി വന്ന് കോട്ടായിൽ നിന്ന് മംഗല പോകുന്ന വഴിയിലേക്ക് കയറിയാൽ നമുക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദൂരം മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ഷൂട്ടിംഗ് സ്ഥലം ചെയ്തില്ലേ, പട്ടാളം മൂവി ലൊക്കേഷൻ, ആ ഒരു ലൊക്കേഷൻ ഇതിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക്, കാണാൻ വേണ്ടി വരുന്നവർക്ക് ഈ ഒരു സ്ഥലം കൂടെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ ഒരു സ്ഥലം ഉള്ളത്. നമ്മളുടെ പട്ടാളം മൂവി ലൊക്കേഷനിൽ അദ്ദേഹം സിനിമയ്ക്കകത്ത് ആദ്യം കാണിക്കുന്ന ആ ഒരു രംഗങ്ങളുണ്ടല്ലോ, ആദ്യം കാണിക്കുന്നതല്ല, ആ ഒരു കവല സെറ്റ് ചെയ്തിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ വൃത്തിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കാണണം. അപ്പോൾ ഈ വഴിയല്ല, ഇതുപോലൊരു വഴിയാണ്. കുറച്ച് ദൂരം മുമ്പിലേക്ക് പോയാൽ മതി. അടുത്താണ് കേട്ടോ, അവിടെ നിന്ന് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ കട്ട് ചെയ്യാണ്ട് അങ്ങനെ വന്നത്. എന്തായാലും റോഡിലൊന്നും ആരും തന്നെ ഇല്ല. ഇത് ആക്ച്വലി മങ്കര റോഡാട്ടോ, മങ്കര പോകുന്ന വഴിയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ ക്ലൈമറ്റൊക്കെ മൂടി കെട്ടിയ ക്ലൈമറ്റ് കേട്ടോ. എന്താ പറയുക, മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഉച്ചയായി, എന്നിട്ടും ഒരു മഞ്ഞ് പെയ്യുന്ന ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്തി. അപ്പോൾ ഇതാണ് പട്ടാളം ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം. അവിടേക്ക് പോകുന്ന വഴി ഇതേണ്ടല്ലേ, ഇടത് ഭാഗത്തൊരു വഴി കാണുന്നുണ്ട് താഴേക്ക്. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങണം. നമ്മൾ കഴിഞ്ഞ തവണ വന്ന് വീഡിയോ ചെയ്തത് ഇവിടെ തന്നെയാണ് കേട്ടോ, ഇതിനകത്താണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇതാ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ ആ സിനിമയുടെ ലൊക്കേഷനായിരുന്നു. ഈ കടകളും റേഷൻ കടയും ഇതെല്ലാം ആ സിനിമയുടെ ലൊക്കേഷനായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ തവണ നേരത്തെ വൃത്തിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ കവല. ഓക്കെ, അപ്പോൾ ഈ കവല കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇതിനടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങോട്ട് വരുന്നവർക്ക്
രണ്ട് സ്ഥലവും കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നിൽക്കുന്നില്ല, നമ്മൾ അന്ന് കണ്ട അതേ ചേട്ടന്മാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ചേട്ടന്മാരും അച്ഛന്മാരും മുത്തശ്ശന്മാരും എല്ലാവരും അത് അന്ന് കണ്ട അതേ ആൾക്കാർ തന്നെയാണ്. ഇവരെപ്പോഴും ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേണ്ടല്ലേ ആ അമ്പലം, വടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വെളിച്ചപ്പടായത്തുള്ളൂ എന്ന് പറയുന്നതും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു പട്ടാളത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അതെല്ലാം വൃത്തിയായി ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്കിലും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ചെമ്പൈ സ്വാമികളുടെ ഗ്രാമവും അദ്ദേഹത്തിൻ്റെ കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളും ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക. പിന്നെ നമ്മുടെ സുൽത്താൻ പേജ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.